അപ്പോൾ ഇത് ന്യൂബിയൻ വില്ലേജിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഞങ്ങളുടെ ബോട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. ഈ ഹോട്ടലിൽ നിന്ന് നമുക്കിപ്പോൾ നമ്മുടെ ടാക്സിയിലേക്കോ അല്ലെങ്കിൽ അതായത് റോഡ് ഗതാഗതത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബോട്ടിൽ നിന്ന് വേണം പോകാനായിട്ട്. ഇതൊരു ഐലൻഡ് ഹോട്ടലാണ്. ഞങ്ങൾ ന്യൂബിയൻ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുവാണ്. അപ്പോൾ ഒരു വീടുകൾക്കും കളറുകൾക്കൊക്കെ പ്രത്യേകതയാണ്. നല്ല അടിപൊളി പല വർണ്ണങ്ങളിൽ ഒരു അപ്പൂപ്പന് ഇരിക്കുന്നുണ്ടോ അവിടെ. വാ എയ്ഡൻ വാ. ഷോപ്പാണത് ഈ കാണുന്നത്. ഇവിടുത്തെ പിള്ളേരാണ്, സാധനങ്ങൾ വിൽക്കാൻ നടക്കുന്ന പിള്ളേരാണ്. മോസ്കാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വീൽ ചെയർ. ഇടാ പോകുന്ന വഴിക്കൊക്കെ ഇതിങ്ങനെ വിൽക്കാൻ സാധനങ്ങൾ ഒരുപാട് വെച്ചിട്ടുണ്ട് കേട്ടോ. ടു ഹോട്ടല്ലേ, പിരമിഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ വിൽക്കാനായിട്ട്. എന്താ സ്പൈസസ്, ഒരുപാട് സ്പൈസസ് ഉണ്ട് ഇതിനകത്ത്. പഴയ ആയുധങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു വെച്ചേക്കുന്നത്. നിക്കട. ഹലോ. നമ്മൾ നടക്കുന്ന വഴിയുടെ ഇരുവശമാണ് കേട്ടോ ഈ സാധനങ്ങളെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്നത്. ഇത് വെള്ളം തളിച്ചുകൊണ്ടിരിക്കുന്നത് അച്ചു പൊടിയായ കാരണമുണ്ട്. നമുക്കിവിടെ ഒരു വീട്ടിൽ കയറി ചായ കുടിക്കുന്നുണ്ട്, വെൽക്കം ഡ്രിങ്ക്. വേണ്ട വേറെ ടൂറിസ്റ്റ് അവർ വന്നിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റ് വേണ്ടത്. മസാലകൾ, ഇവിടുത്തെ മസാലകൾ ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത് ഇവരുടെ. നമുക്കൊരു ന്യൂബിയൻ ഹൗസിലേക്ക് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വീട് എങ്ങനെയാണ്, ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്, ഇതൊക്കെ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പ് കയറ്റണം. പറയട്ടെ അമ്മ, can you help him? Yeah. I can help you or him? Help him. Please. Thank you. നമുക്ക് മോളിൽ പോവാം, മുമ്പും കുടിക്കാൻ, ചായ കുടിക്കാൻ. നമുക്ക് ഇവിടുത്തെ വീട് കാണണ്ടേ. Crocodiles? Okay. ഇത് ഇവിടുത്തെ പെറ്റാണ് കേട്ടോ, ക്രോക്കഡൈൽ. ബാത്റൂം. അപ്പൊ അവിടെ ഇതാണ് കേട്ടോ അവരുടെ വീടിൻ്റെ ഉള്ളിൽ. റൂമൊക്കെയാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഹോളിൽ കൂടെ നടക്കുന്നത്. ഹലോ, ഇവരുടെ കിച്ചനാണ്. ഇവിടെ ഇവരുടെ കിച്ചൺ. കണ്ടോ ഇവര് വീട് കണ്ടോ മോൻ. ഈ വീടിൻ്റെ അകത്ത് കണ്ടോ, താഴെയൊക്കെ മണലാണ്. ക്രൊക്കഡൈൽ लगे
സ്മോൾ വൺ. അതെന്തത് ക്രൊക്കഡൈൽ തന്നെയല്ലേ? ഹിബിസ്കസ് ടീ ഒരു സ്പെഷ്യൽ ടീ, ഇവിടുത്തെ സ്പെഷ്യലായ ഒരു ടീ ആണ് കേട്ടോ ഹിബിസ്കസ് ടീ. അപ്പോൾ നമുക്കത് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പുള്ളി പോയിട്ടുണ്ട്. നമുക്ക് ആ ചായ കുടിക്കാം. No. Not easy to dissolve the sugar. Maybe just stir it a bit more and add a little bit of sugar. So, then go for that one. Kane, look at me. Here. Kane's കയ്യിൽ എന്ത് സാധനം? വായ അടച്ചു ചേട്ടാനും കുഴപ്പമില്ല. It's hard on the top. Tired of the time. Don't squeeze it. Like just hold it. But make it rest on you. Oh, it's moving. It moves quite a lot. Come over here. Big close it. അയ്യോ ഫോട്ടോ ഈസ് ടേക്കിംഗ് ദ പിക്ചർ ദിസ് വേ പപ്പ. അവനവൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോവാണ്. അതേ കൈമ വയ്ക്കണോ? കൈമ വയ്ക്കി. വാ സൂപ്പറായിട്ടോ. Don't like the mouth thing though. ഓക്കെ, ഇവിടെയാന്ന് തോന്നുന്നു ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവർ ഡിന്നർ ബുക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. Shall I go up? Upstairs, yeah. You can go. ഇവിടെ ഒരു അപ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ട് ഒരു ഫുൾ മണൽ നോക്കിയാൽ വീടിൻ്റെ അകത്തൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതിനകത്തേക്കൊക്കെ വീഴത്തില്ലേ. പക്ഷേ ഇവരുടെ കൾച്ചർ ഇങ്ങനെയാണല്ലോ. ഞാൻ ഇവരുടെ മുകളിൽ ടെറസിൽ വന്നു കേട്ടോ. ഇവർ ഭക്ഷണം കഴിക്കാനൊക്കെ ഇങ്ങനെ സ്ഥലമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ ലേഡീസിനെ ഒന്നും ഞങ്ങൾ കണ്ടില്ല. വേറെ വീടുകൾ അതിൻ്റെ അപ്പുറത്തൊക്കെ നമുക്ക് കാണാം. താഴേക്കൊക്കെ വീടുകളുണ്ട്. ഓ, ഇനി ഇതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. കംപ്ലീറ്റ് സ്റ്റെപ്പ് ചെറിയ സ്റ്റെപ്പുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെയും മുകളിൽ അപ്പോൾ ഇവിടെയും ആളുകൾ വന്ന് ഫുഡൊക്കെ കഴിക്കാറുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് നോക്കി ഗ്യാപ്പിൽ കൂടെ കാണിച്ചു തരാം കേട്ടോ. ഫുള്ളായിട്ടുണ്ടോ, മുകളിലായിട്ട് വീടുകൾ. മുകളിൽ കൂടെ കാണുന്ന കാഴ്ചയുണ്ട് ഇതിൻ്റെ. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. അതെല്ലാം ഇതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു വീടിൻ്റെ ഡെക്കറേഷൻസ് കണ്ടോ. ഒരു കിച്ചൺ, ഇതാണ് ഇവരുടെ കിച്ചൺ. വാഷിംഗ്, ഇതുള്ളൂടെ ഇവരുടെ കിച്ചൺ. എല്ലാ സ്ഥലത്തും പൊടിയാണ്. കാരണം ഇവർ ജീവിക്കുന്നത് തന്നെ മണൽ പോലെയുള്ള സ്ഥലത്താണ്. പിന്നെ ഇവർ ബെഡ്റൂം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഇവിടെ ഇതുവരെ മാത്രമേ കാണുന്നത്. ഇവിടെയും ഒരു എന്തോ പോലെയൊക്കെ ഉണ്ട്.
ഇതവിടെ ഒരു ഗ്യാപ്പുണ്ട്. അവിടെയുണ്ട് റൂമുകളുണ്ട്. ഇതാണ് ഇവരുടെ ഉള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. ഇവർക്ക് ഒക്കെ സ്റ്റെപ്പാണ്, മുകളിലേക്കും താഴേക്കൊക്കെ സ്റ്റെപ്പാണ്. ഞാനാണെങ്കിൽ മരിയുവിന് ഫുഡ് എടുത്തൊന്ന് കൊടുക്കട്ടെ. അങ്ങനെ നൂബിയൻ ഹൗസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ട് ഈ ബസാറിക്കോട്, അവരുടെ തന്നെ ബസാറിക്കോട് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. നൂബിയൻ പീപ്പിളിനെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം കേട്ടോ, അവരും ഈജിപ്തുകാരും തമ്മിൽ വ്യത്യാസമുണ്ട്. നൂബിയൻകാർ കറുത്ത വർഗ്ഗക്കാരാണ്. പണ്ട് നമ്മുടെ പെരുന്നാൾ സ്ഥലത്തെ കൂടെയൊക്കെ നടക്കില്ലേ, ഇരുവശങ്ങളിലും പെട്ടിക്കടകളൊക്കെ ആയിട്ട്, അതുപോലെയുള്ളൊരു ഫീലിങ്സാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ളൊരു ബസാറിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ. ഇതിൻ്റെ ഇരുവശങ്ങളിലും, ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇങ്ങനെയുള്ള ഷോപ്പുകൾ, അതിനകത്ത് പല വർണ്ണങ്ങളിലുള്ള തുണിത്തരങ്ങളും ഹാൻഡിക്രാഫ്റ്റഡ് ഡെക്കറേഷൻസും ഒക്കെയാണ് കാണുന്നത്. ഇത് ഒട്ടുമിക്ക ഈജിപ്തിലെ 3 സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയെങ്കിലും 3 സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഡെക്കറേഷൻസും തുണിത്തരങ്ങളും വിൽക്കാൻ ഇഷ്ടം പോലെ കാണുമായിരുന്നു. പിന്നെ ഇവിടെ സുലഭമായിട്ട് കണ്ടത് സ്പൈസസ് ആണ്. അതും നല്ല സ്പൈസസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. അസ്വാനിലെ ആദ്യത്തെ ഡാം പണിതത് ബ്രിട്ടീഷുകാരാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമായി കഴിഞ്ഞപ്പോൾ അതിന് ഇവിടുത്തെ ഫ്ലഡിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. അപ്പോൾ അതായത് രാജഭരണം കഴിഞ്ഞ് പുതിയ പ്രസിഡന്റ് ഭരണം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് തീരുമാനിച്ചത് പുതിയ ഒരു ഡാം ഇവിടെ പണിയണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഡാമിന് വേണ്ടി സ്ഥലം കണ്ടുപിടിച്ചത് ഈ നൂബിയൻസ് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ നൂബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു വലിയ സ്ഥലമായിരുന്നു ഇവരുടെ ആയിരുന്നത്. അത് കഴിഞ്ഞ് ഈ ഗവൺമെൻറ് ഇവരോട് ആ സ്ഥലം വിട്ടുകൊടുക്കാൻ പറഞ്ഞു. ഈ ഫ്ലഡിൻ്റെ കാര്യങ്ങളും ഈജിപ്ത് നശിക്കുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഇവരോട് അവിടെ ആ ഡാം പണിയാൻ വേണ്ടിയിട്ട് അത് കൊടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ ആദ്യമൊന്നും നൂബിയൻസ് അതിന് തയ്യാറായില്ല. പിന്നെയും ഒരുപാട് ഗവൺമെൻറ് ഇടപെടലുകളും എല്ലാം വന്നതിന് ശേഷം അവരത് അംഗീകരിച്ചു. അങ്ങനെ നൂബിയൻസിനെ ഇവർ 2 പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തു. കുറേ പേര് ഇവർ സിറിയ ഭാഗത്തേക്ക് മാറ്റി, കുറേ പേര് ഇവർ ഇവിടെ ഗവൺമെൻറ് തന്നെ പണിത് കൊടുത്ത ബിൽഡിങ്സ് ആണ് ഈ ഒരു വില്ലേജ് ആയിട്ടാണ് ഗവൺമെൻറ് ഇവർക്ക് ഇവിടെ പണിത് കൊടുത്തത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഇവർ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടാണ് ഇവിടെ തുണികളൊക്കെ നെയ്യുന്നതെന്ന്. അപ്പോൾ അതേ അങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതിനും പൊന്നിനും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഇവിടെ നിന്ന് ഇവർ ആ പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്തു ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിക്കാനായിട്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് തുണികൾ കിടക്കുന്നത് എല്ലാം ഇയാൾ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ട് ഇതുപോലെ ചെയ്തതാണെന്നാണ് പറഞ്ഞത്.